കൂർക്കഞ്ചേരി തൈപ്പൂയം കാണാൻ പോയാലോ? ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ട് കുറച്ച് കാവടികളെല്ലാം അമ്പലം കയറി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പോകുന്ന വഴി ഇതൊക്കെ കാണാൻ പറ്റി. അമ്പലത്തിന് അങ്ങോട്ട് പോയപ്പോൾ അവിടെ നല്ല തിരക്കുമായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചങ്ങോട്ട് മാറി നിന്നു. അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ കാവടികളെല്ലാം ഈ സൈഡിൽ കൊണ്ടു നിർത്തും. അതുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം അടുത്ത് നിന്ന് കാണാൻ പറ്റും. കുറേയധികം വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല രസമായിരുന്നു. പിന്നെന്താ, ഉണ്ണികളുടെ സ്ഥിരം കലാപരിപാടികൾ ഞങ്ങൾ തുടങ്ങി. ടോയ്സ് വേണം, മാല വേണം, ഹൈഡ്രജൻ ബലൂൺ വേണം, അങ്ങനെ കുറേയധികം ലിസ്റ്റുകൾ അവർ നിരത്തി. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം അടുത്ത മാസം ഞങ്ങളുടെ പൂരം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങൾ നമ്മൾ ഈ ജനങ്ങൾക്ക് ഒരു ഹരം തന്നെയാണ് അല്ലേ. നമ്മൾ ഈ തൃശ്ശൂർക്കാർക്ക് ഇതൊന്നും ഇല്ലാതെ എന്ത് ആഘോഷം. പല നിറത്തിലും പല ഡിസൈനുകളിലും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാവടികൾ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി പൂരപ്പറമ്പ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നു. പൂരപ്പറമ്പ് തന്നെയല്ലേ പറയാ, അറിയില്ല കേട്ടോ, ആദ്യമായിട്ടാണ് നമ്മൾ തൈപ്പൂയം കാണാൻ വരുന്നത്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു, കരിഞ്ഞു പോയി പോലെ. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ തന്നെയല്ലേ കാണേണ്ടത്. ഇതൊക്കെ കാണാതെ ചെന്നിട്ട് എന്താ കാര്യം. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അത് നമുക്ക് കഴിയുന്നിടത്തോളം അടിച്ചു പൊളിച്ച് ആർമാദിച്ച് ഈ കൃഷ്ണനെ ആനേനെ കാണാൻ എന്ത് രസമല്ലേ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മോരും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ മേടിച്ച് കുടിച്ചു. പിള്ളേരാണെങ്കിൽ മത്സരം തുടങ്ങി. ഞങ്ങളും മോശമില്ല, 1-2 ഗ്ലാസ്സൊക്കെ അടിച്ചു കയറ്റി. നല്ല വെയിലൊക്കെ അല്ലേ, ഉന്മേഷത്തിന് നല്ലതാ. ചെക്കൻ നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. ഞാനൊരു ചോക്കോബാറും ഉണ്ണികളെല്ലാവരും ബട്ടർ സ്കോച്ച്, അങ്ങനെ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. ഏട്ടൻ്റെ അമ്മായി മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. പിള്ളേർക്ക് കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് തിരിച്ചു. അമ്പലത്തിൻ്റെ അവിടേക്ക് ചെന്നപ്പോഴേക്കും കുറേ അധികം കാവടികളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോച്ചല്ല അവിടെ നിന്ന് തിരിയണേ. പോയിട്ട് കുറച്ച് പരിപാടി ഉള്ളത് കൊണ്ട് ആനപ്പൂരം തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. നിങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ പരിചയപ്പെടുത്തി തന്നാലോ? നല്ലൊരു മന്തി സ്പോട്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് തൃശ്ശൂർക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് എപ്പോഴും ഞങ്ങൾ കയറാറ്. നിങ്ങളൊരു മന്തി ലവർ ആണെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ അൽഫാം മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, പാരഡൈസ് ഹോട്ടൽ പെരിങ്ങാവ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.